അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ കുറച്ചും കൂടി ബഹുവചനങ്ങൾ ഇൻഷാ അല്ലാഹ് നോക്കാനുണ്ട്. ഹാദാ ലൈഫുൻ, ഇതൊരു അതിഥിയാകുന്നു. ലൈഫ് എന്ന് പറഞ്ഞാൽ അതിഥി. ഹാ ഉലായി ലുയൂഫുൻ, നേരത്തെ പഠിച്ച ഷെയ്ഖിൻ്റെ അതേ രൂപം. ഷുയൂഖുൻ അതുപോലെ ലുയൂഫുൻ, ഇവർ അതിഥികളാകുന്നു. ഹാദാ ലൈഫുൻ, ഹാ ഉലായി ലുയൂഫുൻ. ഹാസ ജമീലുൻ, ഇത് സഹപാഠിയാകുന്നു. അപ്പോൾ ജമീലിൻ്റെ ബഹുവചനം എങ്ങനെ? സുമലാ ഉ. ഓക്കെ, സുമലാ ഉ. അപ്പോൾ സുമലാ ഉ എന്ന് പറഞ്ഞ രൂപത്തിൽ കുറേ ബഹുവചനങ്ങൾ ഉണ്ടാവും. അപ്പോൾ രണ്ടും കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് നോക്കാം. ഹാദ ഫക്കീറുൻ, ഇതൊരു ദരിദ്രനാണ്. ഹാ ഉലായി ഫുക്കറാ ഉ, കണ്ടോ? സുമലാ ഉ, ഫുക്കറാ ഉ, അതേ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ ഫക്കീറിൻ്റെ ബഹുവചനം ഫുക്കറാ ഉ. അപ്പോൾ ഹാ ഉലായി ഫുക്കറാ ഉ, ഇവർ ദരിദ്രരാണ്. ഹാദാ ഗനിയുൻ, ഇത് ഒരു ധനികനാണ്. അപ്പോൾ ഹാ ഉലായി അഗ്നിയാ ഉ, ഇവർ ധനികരാണ്. അഗ്നിയാ ഉ, കണ്ടോ? ഇത് വേറൊരു രൂപത്തിൽ അഗ്നിയാ ഉ. ഈ രൂപത്തിൽ വേറെ കുറേ ബഹുവചനങ്ങളുണ്ടാവും. ഒന്നും കൂടി നോക്കാം. ഹാദാ സദീഖുൻ, ഇത് സ്നേഹിതനാകുന്നു. അപ്പോൾ ഹാ ഉലായി അസ്തിഖാവു, ഇവർ സ്നേഹിതന്മാരാകുന്നു. അപ്പോൾ അഗ്നിയാ ഉ, അസ്തിഖാ ഉ, കണ്ടോ? ഒരേ രൂപത്തിൽ. നേരത്തെ പഠിച്ചത് സുമലാ ഉ, ഫുക്കറാ ഉ, അത് വേറൊരു രൂപം. അപ്പോൾ ആ രൂപത്തിൽ വേറെയും കുറേ ബഹുവചനങ്ങളുണ്ട്. അത് പിന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ അത് പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റേത് ഇപ്പം പഠിച്ചതോ അഗ്നിയാ ഉ, അസ്തിഖാ ഉ. ഇനി ഹാദാ തബീബുൻ, ഇതൊരു ഡോക്ടറാണ്. ഹാ ഉലായി അതിബ്ബാ ഉ, ഇവർ ഡോക്ടർമാരാകുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ തബീബിൻ്റെ ബഹുവചനം അതിബ്ബാ ഉ, ബാക്ക് ശബ്ദമുണ്ട്, അതിബ്ബാ ഉ. ഓക്കെ. ഹാദാ ഫത്തൻ, ഇതൊരു യുവാവാകുന്നു. ഹാദാ ഫത്തൻ, ഫത്തൻ എങ്ങനെ എഴുതിയെന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാനത്തെ യാ, പുള്ളിയില്ലാത്ത യാ ആണ്, അതൊരു അലിഫാണ്. ഹാദാ ഫത്തൻ, ഇതൊരു യുവാവാണ്. അപ്പോൾ ഫത്തൻ്റെ ബഹുവചനം എന്താ? ഹാ ഉലായി ഫിത്തിയത്തുൻ, ഇവർ യുവാക്കളാണ്, ഇക്കൂട്ടർ യുവാക്കളാണ്. ഫിത്തിയത്തുൻ. അപ്പോൾ ഫത്തൻ യുവാവ് മുദക്കറാണ്, ഇവർ ശ്രദ്ധിക്കണം. അതിൻ്റെ ബഹുവചനം ഫിത്തിയത്തുൻ സ്ത്രീൻ്റെ അടയാളം കൊണ്ടാണ് പറയുന്നത്, പക്ഷെ സ്ത്രീയല്ല. ഓക്കെ, ഫിത്തിയത്തുൻ അവസാനത്തെ അടയാളം കണ്ടോ? താ മർബൂത്തയാണ്. ഫിത്തിയത്തുൻ, താ മർബൂത്ത, കെട്ടുള്ള താ, അത് ശരിക്കും സ്ത്രീൻ്റെ അടയാളമാണ്. പക്ഷെ ഇവിടെ പുരുഷന്മാരായ യുവാക്കൾക്കാണ് അറബി ഭാഷയിൽ ഈ പദമെന്ന് ശ്രദ്ധിക്കണം, ഓർമ്മ വേണം. മുഅന്നസാണ്, ഇത് പെണ്ണുങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വിചാരിക്കരുത്. സ്ത്രീൻ്റെ അടയാളമുണ്ട്, പക്ഷേ യുവാക്കൾ പുരുഷന്മാരാണ്. ഇനി വേറെ നോക്കാം. ഹാദ ഇഖ്വത്ത് അഹുൻ, ഇതൊരു സഹോദരനാണ്. അപ്പോൾ അതിൻ്റെ ബഹുവചനം എന്താ? ഹാ ഉലായി ഇഖ്വത്തുൻ, ഇവർ സഹോദരന്മാരാണ്. ഇവിടെയും ഇഖ്വത്തിന് സ്ത്രീൻ്റെ അടയാളമുണ്ട്, താ മർബൂത്തിയാണ് അവസാനം. അപ്പോൾ പദം നോക്കുമ്പോൾ സ്ത്രീലിംഗം പോലെയാണ്. ഇഖ്വത്തുൻ, താ മർബൂത്തുണ്ട്, പക്ഷേ സഹോദരന്മാരായ പുരുഷന്മാർക്കാണ് ഇഖ്വത്തുൻ എന്ന് പറയുക. ഇനി വേറൊരു രൂപം നോക്കാം. ഹാദാ ജദീദുൻ, ജദീദിൻ്റെ ബഹുവചനം എങ്ങനെ? ഹാ ഉലായി ജുദുദുൻ, ഇക്കൂട്ടർ പുതിയവരാണ്. ഓക്കെ, ഇവർ പുതിയവരാണ്, അല്ലെങ്കിൽ ഇത് പുതിയതാണ്, ഇവൻ പുതിയതാണ്, ഇവർ പുതിയവരാണ്. അപ്പോൾ ജദീദിൻ്റെ ബഹുവചനം ജുദുദുൻ. അപ്പോൾ ജുദുദുൻ, അങ്ങനത്തെ കുറേ ബഹുവചനങ്ങൾ വേറെയുണ്ട്. അത് ക്രമേണ നമ്മൾ ഇൻഷാ അല്ലാഹ് നിങ്ങളും പഠിക്കും. ഓരോന്നിങ്ങനെ പുരോഗമിച്ച് പോകുമ്പോൾ ഈ പുസ്തകത്തിലും വേറെയും പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഈ പാഠത്തിൽ കൊടുത്ത അവസാനത്തെ രൂപം നോക്കാം. ബഹുവചനത്തിൻ്റെ വേറൊരു രൂപം. ഹാദാ മുദർരിസുൻ, ഇതൊരു അധ്യാപകനാകുന്നു. ഹാ ഉലായി മുദർരിസൂന,
അപ്പോൾ ഇതിൻ്റെ ബഹുവചനം ഇങ്ങനെ മുദർരിസൂന. അപ്പോൾ മുദർരിസ് എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ വാൻ്റെ മുകളിൽ സുക്കൂനും നൂനും കൂടി ചേർക്കുകയാണ്. അങ്ങനെ മുദർരിസൂന, ഇവർ അധ്യാപകരാണ്. വേറെ നോക്കാം, ഹാദ മുഹന്ദിസുൻ, ഇതൊരു എഞ്ചിനീയർ ആകുന്നു. അപ്പോൾ ഹാഉലായി മുഹന്ദിസൂന, ആ മുഹന്ദിസ് ഒറിജിനൽ സാധനം അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ വാൻ്റെ മുകളിൽ സുക്കൂനും നൂനും കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ മുഹന്ദിസൂന, ഇവർ എഞ്ചിനീയർമാരാകുന്നു. ഹാദ ഫല്ലാഹുൻ, ഇതൊരു കൃഷിക്കാരനാകുന്നു. ഹാഉലായി ഫല്ലാഹൂന, ആ ഫല്ലാഹ് എന്ന് പറഞ്ഞ ഒറിജിനൽ പദം അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ വാൻ്റെ മുകളിൽ സുക്കൂനും നൂനും ചേർക്കുകയാണ്. അപ്പോൾ ഫല്ലാഹൂന, ഇവർ കൃഷിക്കാരാണ്. ഹാദ മുസ്തഹിദുൻ, ഇത് പരിശ്രമിക്കുന്ന ഒരാളാണ്, കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹാ ഉലായി മുജ്തഹിദൂന, ഇവർ പരിശ്രമിക്കുന്നവരാണ്. അപ്പോൾ മുസ്തഹിദ് എന്ന് പറഞ്ഞ ഒറിജിനൽ വാക്കാടുണ്ട്, അതിൻ്റെ കൂടെ വാൻ്റെ മുകളിൽ സുക്കൂനും നൂനും കൂടി ചേർക്കുകയാണ്. അടുത്തത് ഹാദ മുസ്ലിമുൻ, ഇതൊരു മുസ്ലിമാകുന്നു. ഹാ ഉലായി മുസ്ലിമൂന, ഇവർ മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞ ഒറിജിനൽ വാക്കാടുണ്ട്, പദാടുണ്ട്, അതിൻ്റെ കൂടെ വാൻ്റെ മുകളിൽ സുക്കൂനും നൂനും കൂട്ടി ചേർക്കുമ്പോഴാണ് ഈ രൂപത്തിലുള്ള ബഹുവചനങ്ങൾ വരാം. അപ്പോൾ ബഹുവചനങ്ങൾ പല രൂപത്തിൽ വരും. ആ ഒരു രൂപത്തിൽ തന്നെ കുറേ ബഹുവചനങ്ങൾ വേറെ ഉണ്ടാവും. അങ്ങനെ കുറേ രൂപത്തിലാണ് ബഹുവചനങ്ങൾ വരുന്നത്. അത് ഇൻഷാ അല്ലാഹ് മനഃപ്പാഠം ആക്കേണ്ടി വരും. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.